ഗീത, എവിടെയായിരുന്നു രണ്ടുപേരും? വെറുതെ ഒരു കറക്കം. അപ്പുവിൻ്റെ പിന്നിലിരുന്ന് കുറേ ദൂരം പോയി. ഇടയ്ക്ക് എവിടേക്കോ നിർത്തി. വെറുതെ പലതും സംസാരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ 3 പേരും അല്ലാതെ ലോകത്ത് വേറെയും മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കിയ ദിവസം. ഓവറോൾ ഒരുവിധം മനസ്സമാധാനവും സന്തോഷവും കിട്ടിയൊരു ദിവസം. തിരിച്ചു വരുമ്പോൾ അപ്പു പറയുന്നുണ്ടായിരുന്നു, ഈ യാത്രയിൽ വിപിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. പിന്നെ ഇവിടുന്ന് പോയപ്പോൾ വിപി എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ, അപ്പു എന്ന മോളോടൊപ്പമാണോ അതോ മോനോടൊപ്പമാണോ എൻ്റെ യാത്രയെന്ന്. ആ ചോദ്യത്തിന് അപ്പം മറുപടി പറയാൻ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ തിരിച്ചു വന്നത് എൻ്റെ അല്ല നമ്മുടെ മോളോടൊപ്പമാണെന്ന്. യെസ്, ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. എന്താ അപ്പുവിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് വിപിക്ക് അത് മനസ്സിലായില്ലേ? അവള് തന്നോട് അങ്ങനെ സമ്മതിച്ചോ? ഇല്ലെങ്കിൽ വിപിയോട് ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ വിപി, തല്ലിയും ശാസിച്ചും കൂട്ടിയിട്ടും മാറ്റിയെടുക്കേണ്ട ഒന്നല്ല അപ്പുവിൻ്റെ മനസ്സ്. ഇക്കാര്യത്തിൽ അവൾ നമ്മളെക്കാളും വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അവളോടൊപ്പം ചേർന്ന് നിന്ന് മാത്രമേ അവളെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെയാണ് വിപിക്കും പാളിപ്പോയത്. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സൈമണുമായിട്ട് ഞാനൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൂനെയും കൂട്ടി എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അങ്ങനെ ഒരാളുടെ ഗൈഡൻസ് കൂടെ ഉണ്ടെങ്കിൽ അപ്പൂനൊരു തിരിച്ചുവരവിന് വേഗം സാധിച്ചേക്കും. അപ്പൊ ഇനി അവള് പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല അല്ലേ? ഇങ്ങനെ ധൃതി പിടിക്കല്ലേ വിപി. അപ്പോൾ പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അതിന് തയ്യാറാകാനുള്ള ശ്രമം പോലും അവളുടെ ഭാഗത്തുനിന്നുണ്ടാകാന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അവളെ പഴയ അപ്പുവാക്കി എടുക്കാൻ പറ്റുന്ന എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇനി അതിന് വേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ വിപിയുടെ ഫുൾ സപ്പോർട്ടാണ്. അവളോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ മറന്ന് പഴയതുപോലെ അവളോട് സ്നേഹത്തോടെ പെരുമാറണം. വിപി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം. ജീവിതത്തിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യണം. വിപി കൂടെ മനസ്സ് വെച്ചാലേ അവളെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കും പോലെ ആക്കിയെടുക്കാൻ പറ്റൂ. ഞാനതിന് ശ്രമിക്കാനിട്ടാണോ ഗീത? അവളുടെ ആറ്റിറ്റ്യൂഡല്ലേ എന്നെ ഇത്രയും കൺഫ്യൂസ്ഡ് ആക്കിയത്. അതൊക്കെ മറന്നേക്ക് വിപി. അപ്പൂനിപ്പോൾ ആവശ്യം നമ്മുടെ സ്നേഹവും സപ്പോർട്ടുമാണ്. വിപി അവളോട് സംസാരിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിപി തന്നെ അവളെ പോയി വിളിക്കണം. എന്താ, സമ്മതമല്ലേ?